കൊട്ടിയൂർ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇളനീർ വെപ്പാണ്. അത് നാളെയാണ്. ഇളനീർ വെപ്പിനായി വയനാട്, കോഴിക്കോട്, കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചില പ്രത്യേക സമുദായത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇളനീര് കൊണ്ടുവരും. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് നാളെ കാണാം. എന്തായാലും ആ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ശ്രീ ബാലൻ ചേട്ടൻ എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ ശിരസിലൊരു തൊപ്പി പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാമെന്ന് പറയൂ ചേട്ടാ, എന്താണ് ഇളനീർ വെപ്പ്? ഈ കുടുംബത്തിന് അതൊരു പാരമ്പര്യ അവകാശമായി കിട്ടിയതാണ്. ഈ തൊപ്പിയുടെ ശാസ്ത്രം എന്താണ് പറയും? അതായത് ആദ്യമായിട്ട് ഈ മഠത്തിൽ ചേരാൻ നേർച്ചയുള്ളവർക്കും ഇളനീർ മഠം, അത് പടി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ പടി എന്ന് പറയും. ആ പടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലയിൽ പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. തളിപ്പറമ്പ് പൂമംഗലത്തുള്ള ആലയിൽ പടിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇപ്രാവശ്യം 9 പേരാണുള്ളത്. അതിൽ ഞാൻ ആദ്യമായിട്ട് പടിയിൽ മഠത്തിൽ ചേർന്ന ആളാണ്. അപ്പോൾ ആദ്യമായിട്ട് പടിയിൽ ചേരുന്നവർക്കാണ് ഇത്തരത്തിലുള്ള തൊപ്പിയും ഒരു ആചാരമുണ്ട്. ആ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വെക്കുന്നത്. ഇത് നമ്മൾ അന്ന് നമ്മൾ മിനിഞ്ഞാന്നാണ് നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. 4 ദിവസമായിട്ട് കാൽനടയായിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇന്നാണ് ഇവിടെ കാൽനട വരുന്നതിനിടയിൽ വിശ്രമം അനുവദിക്കാറുണ്ട്. 4 വീടുകളുണ്ട്. അത് നമ്മൾ പണ്ട് പുരാണ കാലത്ത് നമ്മുടെ കാരണക്കന്മാർ ഓരോരോ വീടുകൾ എത്തും. അവിടെയാണ് വിശ്രമം ഉണ്ടാകുക. അവിടുന്ന് നമ്മൾ തന്നെ പുറത്തുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല. നമ്മൾ തന്നെ ഇളനീർക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാകം ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ കഴിച്ചിട്ട് ഓരോ സ്ഥലത്തും വിശ്രമിച്ച് അടുത്ത ദിവസങ്ങളാണ് നമ്മൾ യാത്ര. എന്ത് ഭക്ഷണമായിരിക്കും കഴിക്കുക? ഭക്ഷണം പൂർണ്ണമായിട്ടും സസ്യബുക്കാണ്. അതിൽ കഞ്ഞി ഉണ്ടാവും, അതുപോലെ തന്നെ പായസം വെക്കും, ചോറ് വെക്കും. ഓരോ ദിവസവും ഒരു മാറ്റി വെക്കുക. അതിലൊരു കാരണവശാലും കംപ്ലീറ്റും സസ്യ ഭക്ഷണമാണ്.